ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മാന്ത റൈസിന്റെ കൂടെ നീന്താൻ പറ്റിയ സ്ഥലമാണ് മാന്ത പോയിന്റ്. വംശനാശ ഭീഷണി നേരിടുന്ന വലിയ തിരണ്ടികളാണ് മാന്ത റൈസ്. 2 ടൈപ്പ് മാന്ത റൈസ് ആണ് കൊമോഡോ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്നത്. റീഫ് മാന്ത റൈസും ജയന്റ് മാന്ത റൈസും. ഇവ രണ്ടും കാണാൻ ഏകദേശം ഒരേപോലെ ആയതിനാൽ 2009 വരെ ഒരേ സ്പീഷീസ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇവയ്ക്ക് രണ്ടിനും ആവറേജ് 4.5 മീറ്റർ വീതിയും 1300 കിലോഗ്രാം തൂക്കവും ഉണ്ടാവും. മാക്സിമം 7 മീറ്റർ വീതിയും 3000 കിലോഗ്രാം തൂക്കവും. സൂക്ഷ്മജീവികളായ പ്ലാങ്ക്ടൺ കഴിക്കാൻ വേണ്ടി കടലിന്റെ ഉപരിതലത്തിൽ വരുന്നതിനാൽ ബോട്ടിൽ നിന്ന് തന്നെ ഇവയെ കാണാൻ പറ്റും. ഞങ്ങൾ എല്ലാവരോടും മാന്ത റൈസിനെ കാണുമ്പോൾ കടലിലേക്ക് ചാടാൻ സ്നോർക്കിലുമായി റെഡിയായി നിൽക്കാൻ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്.
വലിയ വലിയ മാന്താ റൈസിനെ കണ്ടില്ലേ? കൂട്ടത്തിൽ പ്രതീക്ഷിക്കാതെ ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്കിനെയും കണ്ടു. ചെറുതാണെങ്കിലും ആദ്യമായാണ് കടലിൽ വെച്ച് ഒരു സ്രാവിനെ കാണുന്നത്. ഇപ്പോൾ കനാവ ദ്വീപിലാണുള്ളത്. കൊമോഡോ നാഷണൽ പാർക്കിലെ റിസോർട്ടുകളൊക്കെയുള്ള ഒരു ചെറിയ ദ്വീപാണ് കനാവ. ഇവിടെയും താല്പര്യമുള്ളവർക്ക് സ്നോർക്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബീച്ചിൽ പോകാം. ഞാൻ എന്തായാലും ഒന്നുകൂടെ സ്നോർക്കിൽ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ പാലത്തിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ 2-3 ലയൺ ഫിഷസ്. വിഷമുള്ളതിനാൽ ലയൺ ഫിഷിന്റെ കുത്തിയിട്ടാൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് മാറി പാലത്തിന്റെ മറ്റേ സൈഡിൽ ഇറങ്ങാൻ പോവുകയാ.
തിരിച്ചു വന്നപ്പോൾ ലയൺ ഫിഷ് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ കൊമോഡോ നാഷണൽ പാർക്ക് യാത്ര തീരാറായി. ഇനി തിരിച്ച് ലാബോൺ ബാജോയിലേക്ക്. അവിടെ നിന്ന് പറ്റിയാൽ ഇന്ന് തന്നെ ഫ്ലോറസിലെ വേറൊരു നഗരമായ റൂട്ടിങ്ങിലേക്ക് പോകണം. ലാബോൺ ബാജോ ബേയിലെത്തി. ഇനി രാത്രിയിലെ താമസം എവിടെയാണെന്ന് ഉറപ്പില്ലാത്തതിനാൽ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടില്ല. ഈ യാത്രയിൽ ആദ്യത്തെ 2 ദിവസങ്ങളിലേക്ക് മാത്രമേ കൃത്യമായ പ്ലാൻ ഉള്ളൂ. കാരണം ലാബോൺ ബാജോയിൽ നിന്ന് ഉച്ചവരെ മാത്രമേ ബസ് ഉള്ളൂ. പിന്നെയുള്ളത് ഷെയർ ടാക്സിയാണ്. 5 മണിക്ക് ശേഷം അതും കിട്ടാൻ പാടാ. എന്തായാലും അന്വേഷിച്ചു നോക്കട്ടെ. ഇന്നത്തെ കൊമോഡോ ഐലൻഡ് ട്രിപ്പ് വൈകുന്നേരം 5 മണിയോടെ കഴിഞ്ഞു. ഇനി നേരെ റൂട്ടിങ്ങിലേക്ക്. ഫ്ലോറസിൽ ചീപ്പായി യാത്ര ചെയ്യാൻ പറ്റിയ മാർഗം പബ്ലിക് ബസ്സും ഷെയർ ടാക്സിയുമാണ്. പക്ഷെ പബ്ലിക് ബസ് രാവിലെ മുതൽ ഉച്ചവരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഷെയർ ടാക്സിയിലാണ് റൂട്ടിങ്ങിലേക്ക് പോകുന്നത്. ഇവിടുന്ന് 4 മണിക്കൂർ ദൂരമുണ്ട് റൂട്ടിങ്ങിലേക്ക്. ഇപ്പോൾ സമയം 6 മണി. 10 മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം റൂട്ടിങ്ങിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം.